പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി വിതച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ ഭരണകൂടവും തമ്മിലുള്ള വാക്പോര് മുറുകുന്നു. സമാധാന ചർച്ചകൾക്കായി ഇറാൻ മുന്നോട്ട് വെച്ച 14 ഇന നിർദ്ദേശങ്ങൾ താൻ പരിശോധിക്കുമെങ്കിലും അവ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ട്രംപ് വ്യക്തമാക്കി. ഇതോടെ മാസങ്ങളായി തുടരുന്ന സംഘർഷം ഒരു പൂർണ്ണമായ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ. ഫ്ലോറിഡയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ ഇറാനോട് അതീവ കർക്കശമായ നിലപാടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചത്. കഴിഞ്ഞ 47 വർഷമായി പശ്ചിമേഷ്യൻ മേഖലയിൽ ഇറാൻ അസ്ഥിരതയുണ്ടാക്കുകയാണെന്നും ഇതിന് അവർ അർഹമായ വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അവർ മോശമായി പെരുമാറിയാൽ അപ്പോൾ കാണാം, ആക്രമണം പുനരാരംഭിക്കാൻ ഞങ്ങൾ മടിക്കില്ല എന്ന ട്രംപിന്റെ വാക്കുകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സംഘർഷത്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. സമാധാന കരാറിലൂടെ കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കാൻ താൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കുമ്പോഴും ഇറാൻ സമർപ്പിച്ച നിബന്ധനകൾ ഒട്ടും തൃപ്തികരമല്ലെന്നാണ് ട്രംപിന്റെ പക്ഷം. സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഒരു സൈനിക നടപടിയിലൂടെ ഇറാനെ പാഠം പഠിപ്പിക്കണമെന്ന വികാരം അമേരിക്കൻ ഭരണകൂടത്തിൽ ശക്തമാണെന്ന സൂചനയും ട്രംപിന്റെ പ്രസ്താവനയിലുണ്ട്. പാകിസ്ഥാൻ മധ്യസ്ഥതയിലൂടെ ഇറാൻ മുന്നോട്ട് വെച്ച സമാധാന കരാറിലെ 14 ഇന നിർദ്ദേശങ്ങൾ മേഖലയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതീവ നിർണായകമാണ്. വെറും ഒരു താൽക്കാലിക വെടിനിർത്തലിന് പകരം യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കണമെന്നതാണ് ഇറാന്റെ പ്രധാന ആവശ്യം. ഇതിന്റെ ഭാഗമായി ലെബനൻ ഉൾപ്പെടെയുള്ള പശ്ചിമേഷ്യൻ മേഖലകളിൽ നിന്ന് അമേരിക്കൻ സൈന്യം പൂർണ്ണമായും പിന്മാറണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്തു പാതയായ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിലും സുരക്ഷയിലും പുതിയൊരു അന്താരാഷ്ട്ര സംവിധാനം കൊണ്ടുവരണമെന്ന നിർദ്ദേശവും ഇതിലുണ്ട്. കൂടാതെ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ ശ്വാസം മുട്ടിക്കുന്ന തരത്തിലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ പൂർണ്ണമായും പിൻവലിക്കണമെന്ന കാര്യവും അവർ കർശനമായി ഉന്നയിക്കുന്നു. എന്നാൽ അമേരിക്കയുടെ തന്ത്രപരമായ താൽപര്യങ്ങൾക്കും പശ്ചിമേഷ്യയിലെ അവരുടെ സ്വാധീനത്തിനും വിരുദ്ധമാണ് ഈ നിബന്ധനകളെന്ന് വൈറ്റ് ഹൗസ് വിലയിരുത്തുന്നതിനാൽ ഈ നിർദ്ദേശങ്ങൾ അതേപടി അംഗീകരിക്കപ്പെടാൻ സാധ്യതയില്ലെന്നതാണ് യാഥാർത്ഥ്യം. അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ യാതൊരു കാരണവശാലും മുട്ടുമടക്കില്ലെന്ന് ഇറാൻ ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടുണ്ട്. നയതന്ത്രത്തിന്റെ പാത വേണോ അതോ യുദ്ധത്തിന്റെ പാത വേണോ എന്ന് തീരുമാനിക്കേണ്ടത് അമേരിക്കയാണെന്ന് ഇറാന്റെ വിദേശകാര്യ സഹമന്ത്രി കാസം ഗരീബാബാദി തുറന്നടിച്ചു. ഇതിനു പിന്നാലെ രാജ്യത്തിന് നേരെ ഉണ്ടാകുന്ന ഏതൊരു സൈനിക നീക്കത്തെയും നേരിടാൻ തങ്ങളുടെ സായുധ സേന പൂർണ്ണ സജ്ജമാണെന്ന് ഇറാൻ സൈനിക ഉദ്യോഗസ്ഥനായ മുഹമ്മദ് ജാഫർ അസദി ആവർത്തിച്ചു. അമേരിക്കൻ ഉദ്യോഗസ്ഥർ നടത്തുന്ന ഇത്തരം പ്രകോപനപരമായ പ്രസ്താവനകൾ കേവലം മാധ്യമ ശ്രദ്ധ നേടാനും ആഗോള വിപണിയിൽ എണ്ണവില കുറയുന്നത് തടയാനുമുള്ള തന്ത്രങ്ങൾ മാത്രമാണെന്നും ഇറാൻ കുറ്റപ്പെടുത്തി. ഏത് സാഹചര്യത്തെയും പ്രതിരോധിക്കാൻ ഇറാൻ തയ്യാറാണെന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഇതിലൂടെ തെഹ്റാൻ നൽകുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം മുറുകുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയിൽ വലിയ ആഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്തു പാതകളിൽ ഒന്നായ ഹോർമുസ് കടലിടുക്കിലെ അനിശ്ചിതത്വം ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമായേക്കാം. ഇത് ക്രൂഡ് ഓയിൽ ഇറക്കുമതിയെ ആശ്രയിക്കുന്ന രാജ്യങ്ങളെ വലിയ തോതിൽ ബാധിക്കും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യം അതീവ ആശങ്കാജനകമാണ്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഇന്ത്യൻ കപ്പലുകളുടെ സുരക്ഷ രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ്. അടുത്തിടെ 45,000 ടൺ LPGയുമായി ഒരു ഇന്ത്യൻ കപ്പൽ സുരക്ഷിതമായി ഈ പാത കടന്നുപോയത് വലിയ പ്രാധാന്യത്തോടെയാണ് ലോകം വീക്ഷിച്ചത്. എണ്ണ വിതരണത്തിൽ ഉണ്ടാകുന്ന നേരിയ തടസ്സങ്ങൾ പോലും ഇന്ത്യയിലെ ആഭ്യന്തര വിപണിയിൽ വിലക്കയറ്റത്തിന് വഴിതെളിക്കുമെന്നതിനാൽ മേഖലയിലെ സമാധാനം നിലനിർത്തേണ്ടത് ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയ്ക്കും അനിവാര്യമാണ്. അമേരിക്കയുടെ നിലപാടുകളിൽ വന്ന മാറ്റങ്ങൾ ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്കും നയതന്ത്ര പ്രതിസന്ധികൾക്കും വഴിതെളിച്ചിരിക്കുകയാണ്. ജർമ്മനി ഉൾപ്പെടെയുള്ള പ്രമുഖ യൂറോപ്യൻ രാജ്യങ്ങളുമായി ട്രംപ് ഭരണകൂടം പുലർത്തുന്ന അകൽച്ചയും പശ്ചിമേഷ്യൻ മേഖലയിൽ നിന്നുള്ള പെട്ടെന്നുള്ള സൈനിക പിന്മാറ്റ പ്രഖ്യാപനവും പരമ്പരാഗത പാശ്ചാത്യ സഖ്യത്തിൽ വലിയ വിള്ളലുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ സങ്കീർണമായ സാഹചര്യത്തിൽ സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്ന പാകിസ്ഥാന്റെ നീക്കങ്ങൾ എത്രത്തോളം ഫലപ്രദമാകുമെന്നത് വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ നീക്കങ്ങളെ ആശ്രയിച്ചിരിക്കും. നിലവിൽ ഒരു അഗ്നിപർവ്വതത്തിന് മുകളിൽ എന്ന പോലെ അതീവ സ്ഫോടനാത്മകമായ അവസ്ഥയിലാണ് പശ്ചിമേഷ്യയുള്ളത്. ട്രംപിന്റെ അടുത്ത നീക്കം ഒരു നേരിട്ടുള്ള സൈനിക നടപടിയായിരിക്കുമോ അതോ കൂടുതൽ കർക്കശമായ സാമ്പത്തിക നയതന്ത്ര സമ്മർദ്ദങ്ങളിലൂടെ ഇറാനെ തളയ്ക്കാനാണോ അദ്ദേഹം ശ്രമിക്കുക എന്നത് ലോകരാജ്യങ്ങൾ അതീവ ജാഗ്രതയോടെയാണ് ഉറ്റുനോക്കുന്നത്. മേഖലയിലെ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമോ അതോ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ആഗോള സമൂഹത്തിനിടയിൽ നിലനിൽക്കുന്നത്. നിലവിൽ പശ്ചിമേഷ്യൻ മേഖല അതീവ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സമാധാന ചർച്ചകൾക്കായി
മധ്യസ്ഥത വഹിക്കുന്നുണ്ടെങ്കിലും അമേരിക്കയുടെയും ഇറാന്റെയും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ ഈ നീക്കങ്ങളെ വലിയ പ്രതിസന്ധിയിലാക്കുന്നു. ട്രംപ് ഭരണകൂടം സൈനികമായും സാമ്പത്തികമായും സമ്മർദ്ദം ശക്തമാക്കുമ്പോൾ എന്ത് വില കൊടുത്തും പ്രതിരോധിക്കുമെന്ന ഇറാന്റെ പ്രഖ്യാപനം മേഖലയെ ഒരു വൻ യുദ്ധത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുകയാണ്. ഈ സംഘർഷം ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കാൻ ശേഷിയുള്ളതാണ്. പ്രത്യേകിച്ച് ലോകത്തെ പ്രധാന എണ്ണക്കടത്തു പാതയായ ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷാ ഭീഷണി എണ്ണവില കുതിച്ചുയരാൻ കാരണമാകും. ഇത് ഇന്ത്യയെ പോലെ ഇറക്കുമതിയെ ആശ്രയിക്കുന്ന രാജ്യങ്ങൾക്ക് കനത്ത സാമ്പത്തിക ആഘാതമുണ്ടാക്കും. ഇതിനു പുറമെ ട്രംപിന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ പരമ്പരാഗത പാശ്ചാത്യ സഖ്യത്തിൽ വിള്ളലുകൾ വീഴ്ത്തുകയും മേഖലയിൽ അമേരിക്കയുടെ സ്വാധീനം കുറയ്ക്കാൻ ഇടയാക്കുകയും ചെയ്യുന്നുണ്ട്. ചുരുക്കത്തിൽ വരും ദിവസങ്ങളിൽ അമേരിക്ക സ്വീകരിക്കുന്ന നയതന്ത്രപരമായ നീക്കങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിട്ടുവീഴ്ച മനോഭാവവും മാത്രമായിരിക്കും പശ്ചിമേഷ്യ വീണ്ടും ഒരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന് നിശ്ചയിക്കുന്നത്.